വെൽക്കം ഓൾ. ഇന്ന് ഇൻക്രെഡിബിൾ ഇംഗ്ലീഷിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കുഞ്ഞുങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരോട് ഇംഗ്ലീഷിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 50 സെന്റൻസസ്. ഇതിന് നമുക്ക് ഇമ്പറേറ്റീവ്സ് എന്ന് പറയാം. ഇൻസ്ട്രക്ഷൻസ്, കമാൻഡ്സ്, റിക്വസ്റ്റ്സ് ഒക്കെ വരുന്ന ടൈപ്പ് ഓഫ് സെന്റൻസിനെ നമ്മൾ ഇമ്പറേറ്റീവ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ കുട്ടികളോട് യൂസ് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള കുറച്ച് സെന്റൻസസ്, ഫെമിലിയർ ആയിട്ടുള്ളതും കൂടെ ഉണ്ടാവാം. കൂടുതൽ ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോവാം. ആദ്യത്തേത്, പുട്ട് അവേ യുവർ ടോയ്സ്. പുട്ട് അവേ എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വെർബാണ്. പുട്ട് അവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എടുത്ത സാധനം തിരികെ വെക്കുക. എവിടുന്നാണോ നമ്മൾ അത് എടുത്തത് അവിടെ തന്നെ തിരികെ സുരക്ഷിതമായി വെക്കുന്നതിനെയാണ് നമ്മൾ പുട്ട് അവേ എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളോട് പുട്ട് അവേ യുവർ ടോയ്സ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കളിച്ചതിന് ശേഷം അത് തിരികെ വെക്കേണ്ടടുത്ത് വെക്കൂ എന്നാണ്. അല്ലാതെ നമ്മൾ പറയും കീപ് യുവർ ടോയ്സ് ഇൻ ദ ബാസ്കറ്റ്. ബോക്സ് ആവാം, ബാസ്കറ്റ് ആവാം. ബോക്സിൽ അല്ലെങ്കിൽ ബാസ്കറ്റിൽ ഇട്ട് വെക്കൂ. കീപ് യുവർ ടോയ്സ് ഇൻ ദ ബാസ്കറ്റ്. ഇനി പലപ്പോഴും കാണാറുണ്ട് വാതില് വളരെ വലിച്ചടയ്ക്കുന്നത്, അല്ലെ? വളരെ സൗണ്ടിൽ വലിച്ചടയ്ക്കുന്നത്. അപ്പൊ വലിച്ചടയ്ക്കരുത് എന്ന് പറയുന്നു. ഡു നോട്ട് സ്ലാം ദ ഡോർ. സ്ലാം ദ ഡോർ എന്ന് പറഞ്ഞാൽ വലിച്ചടയ്ക്കുക എന്നാണ്. അപ്പൊ ഡു നോട്ട് സ്ലാം ദ ഡോർ, വലിച്ചടയ്ക്കരുത്. ഡോർ വലിച്ച് അടയ്ക്കരുത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്താണ് ഇൻസ്ട്രക്ഷൻ. ഇപ്പൊ ഡു എന്ന് പറയുന്നത് ഒരു മാജിക് വേർഡ് പോലെയാണ്. ഡു, ഡോണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഒത്തിരി സെന്റൻസസ് ഇതുപോലെ മേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പറയാണ് അത് ചൂടുള്ള വസ്തുവാണ്, ചൂടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അയൺ ബോക്സ് ആയിരിക്കും. അയൺ ബോക്സിനെ കുറിച്ച് നമ്മൾ ഇറ്റ്സ് ഹോട്ട്, ഡോണ്ട് ടച്ച് ഇറ്റ്, ടച്ച് ചെയ്യരുത്. ഡോണ്ട് സ്പിൽ ദ വാട്ടർ. സ്പിൽ ദ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം കമഴ്ത്തി കളയുക അല്ലെങ്കിൽ തൂകി കളയുക, അതിനെയാണ് സ്പിൽ എന്ന് പറയുന്നത്. സോ ഡോണ്ട് സ്പിൽ ദ വാട്ടർ. അനദർ തിങ്, കുത്തി വരയ്ക്കുക, അല്ലെ? ഭിത്തിയില് വോളിലെല്ലാം കുത്തി വരയ്ക്കുന്നത് സർവ്വസാധാരണമാണ്. അപ്പൊ നമുക്ക് അവരോട് പറയാം ഡോണ്ട് സ്ക്രിബിൾ ഓൺ ദ വോൾ. വോളില് കുത്തി വരയ്ക്കരുത്. ഡോൺ റൺ ഇൻ ദ ഹോൾ. ഡോൺ റൺ ഇൻ ദ ഹോൾ എന്ന് പറഞ്ഞാൽ ഓടരുത്, ക്ലിയർ ആണല്ലോ. ഡോൺ റൺ ഇൻ ദ ഹോൾ. അനദർ തിങ്, നീക്കിയിടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയർ ഒന്ന് നീക്കിയിടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്താ ചെയ്യുക? വലിച്ചു നീക്കും. ചെയർ ആയിക്കൊള്ളട്ടെ, ഡെസ്ക് ആയിക്കൊള്ളട്ടെ, ടേബിൾ ആയിക്കൊള്ളട്ടെ, വോട്ട് എവർ, എന്തിനാണേലും വലിച്ചു നീക്കിയിടും. അപ്പൊ നമുക്ക് അവരോട് വലിച്ചു നീക്കാതെ എടുത്തു മാറ്റൂ. വലിച്ചു നീക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോൺ ഡ്രാഗ് ദ ചെയർ എന്ന് പറയാം. ഡോൺ ഡ്രാഗ് ദ ചെയർ, ഡോൺ ഡ്രാഗ് ദ ഫേർണിച്ചർ, ഡോൺ ഡ്രാഗ് ദ ടേബിൾ. ഫുഡ് വെച്ച് കളിക്കരുത്. ഡോൺ പ്ലേ വിത്ത് യുവർ ഫുഡ്. അനദർ തിങ്, കുഞ്ഞുങ്ങള് അന്യോന്യം മുടി വലിച്ചു കളിക്കും. ഡോൺ പുൾ യുവർ ഫ്രണ്ട്സ് ഹെയർ. വലിക്കുക. ഡോൺ പുൾ, പുൾ എന്ന് പറഞ്ഞാൽ വലിക്കുക. ഡോൺ പുൾ യുവർ ഫ്രണ്ട്സ് ഹെയർ. അല്ലെങ്കിൽ ആരാണെങ്കിലും ഡോൺ പുൾ യുവർ മംസ് ഹെയർ, ഡോൺ പുൾ മൈ ഹെയർ എന്ന് നമുക്ക് പറയാം. വേറെന്ത് കാണാറുള്ളതാണ്? ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പം അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ടേബിളിൽ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ സ്റ്റോപ്പ് ടാപ്പിംഗ് ഓൺ ദ ടേബിൾ. ടാപ്പിംഗ്, കൊട്ടിക്കൊണ്ടിരിക്കുന്നതിന് സ്റ്റോപ്പ് ടാപ്പിംഗ് ഓൺ ദ ടേബിൾ. അനദർ ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുക്കാവുന്നത് ടവല് ഹുക്കിൽ ഇടൂ, അല്ലെങ്കിൽ ഹാങ് യുവർ ടവൽ ഓൺ ദ ഹുക്ക്. ഓൺ ദ ഹുക്ക് എന്ന് വെച്ചാൽ എവിടെയാ ഇടണ്ടേന്ന് വെച്ചാൽ അവർ പൊസിഷനിൽ ഇടൂ എന്ന് പറയാൻ ഹാങ് യുവർ ടവൽ എന്ന് പറയാം. ചെയർ അടുക്കി വെക്കൂ. സ്റ്റാക്ക് ദ ചെയർസ് നീറ്റ്ലി. ബുക്ക് അടുക്കി വെക്കൂ. സ്റ്റാക്ക് ദ ബുക്സ്. ഷെൽഫ് ക്ലീൻ ചെയ്യൂ. ടൈഡി അപ്പ് യുവർ ഷെൽഫ്. ടൈഡി അപ്പ്. വസ്ത്രങ്ങൾ നന്നായി മടക്കി വെക്കൂ. ഫോൾഡ് യുവർ ക്ലോത്ത്സ് നീറ്റ്ലി. അഴുക്ക് പുരണ്ട വസ്ത്രങ്ങൾ, അഴുക്ക് വസ്ത്രങ്ങൾ ലോണ്ടറി ബാസ്കറ്റിൽ ഇടൂ. Put your dirty clothes in the laundry basket or put your dirty clothes in the basket. അടുത്തത്, ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നമ്മൾ എല്ലാവരും പറയുന്നതാണ് രാവിലെ തന്നെ ബെഡ് ക്ലീൻ ചെയ്യണം, ബെഡ് വിരിച്ചിടണം. അപ്പൊ വിരിച്ചിടുന്ന എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം? മേക്ക് ദ ബെഡ്. അതുപോലെ ടേബിള് ഇപ്പം ഫുഡിന് വേണ്ടിയിട്ട്, ലഞ്ച് ആയിക്കൊള്ളട്ടെ, ഡിന്നറിനാവട്ടെ, അതിനു മുമ്പ് ടേബിൾ റെഡിയാക്കുക. അപ്പൊ അതിന് നമുക്ക് സെറ്റ് ദ ടേബിൾ എന്ന് പറയാം. മേക്ക് ദ ബെഡും സെറ്റ് ദ ടേബിൾ, അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ യുവർ സ്റ്റഡി ടേബിൾ. സ്റ്റഡി ടേബിളിൽ ഒത്തിരി സാധനങ്ങൾ വാരി വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം ക്ലിയർ യുവർ സ്റ്റഡി ടേബിൾ. ഇനി ലൈൻ അപ്പ് അറ്റ് ദ ഡോർ. ഇതൊക്കെ കൂടുതലും നമ്മൾ സ്കൂൾസിലൊക്കെ കാണാറുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുട്ടികൾ കൂടുതലുള്ളിടത്ത് നമ്മൾ പറയും നിരനിരയായി നിൽക്കൂ. ഡോറിന്റെ അടുത്ത് വന്ന് നിരനിരയായി നിൽക്കൂ. ലൈൻ അപ്പ് അറ്റ് ദ ഡോർ. അതുപോലെ നമുക്ക് കൊടുക്കാവുന്ന വേറൊരു ഇൻസ്ട്രക്ഷൻ ആണ്
ഇടയിൽ കയറരുത്. നിന്റെ ചാൻസിന് വേണ്ടി, നിന്റെ അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കൂ. ഇപ്പൊ ക്യൂവിലാണെങ്കിലും വെയിറ്റ് ചെയ്ത് നിന്റെ അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കൂ. വെയിറ്റ് ഫോർ യുവർ ടേൺ. വെയിറ്റ് ഫോർ യുവർ ടേൺ. ഇനി പേജസ് പതുക്കെ എന്താണ് മൂവ് ചെയ്യൂ, എന്താണ് തിരിക്കൂ. പേജസ് പതിയെ തിരിക്കൂ എന്ന് പറയാൻ ടേൺ ദ പേജ് ജെന്റ്ലി. എന്റെ കയ്യിൽ പിടിക്കൂ. ഹോൾഡ് മൈ ഹാൻഡ്. ആ ഡോർ ഒന്ന് തുറന്നു പിടിക്കൂ. ഹോൾഡ് ദ ഡോർ ഓപ്പൺ. രണ്ട് കൈയും കൊണ്ട് പിടിക്കൂ. താഴെ കളയരുത്, രണ്ട് കൈയും കൊണ്ട് പിടിക്കൂ. ഹോൾഡ് ഇറ്റ് വിത്ത് ബോത്ത് ദ ഹാൻഡ്സ്. സിസേഴ്സ് ശരിയായി പിടിക്കൂ. ഹോൾഡ് ദ സിസേഴ്സ് കെയർഫുള്ളി. ശ്രദ്ധിച്ചു പിടിക്കൂ. ഹോൾഡ് ദ സിസേഴ്സ് കെയർഫുള്ളി. ഇതൊന്ന് എടുക്കാൻ, ഈ ബാഗ് ഒന്ന് എടുക്കാൻ സഹായിക്കൂ. ഹെൽപ്പ് മീ ക്യാരി ദിസ് ബാഗ്. ഹെൽപ്പ് മീ ക്യാരി ദിസ് ബാഗ്. പ്ലേറ്റ് എടുത്തുകൊണ്ട് വയ്ക്കൂ. ക്യാരി യുവർ പ്ലേറ്റ്. ഇനി മൂക്ക് ചീറ്റുക അല്ലെ. അപ്പൊ നമുക്ക് പറയണം ടിഷ്യൂ യൂസ് ചെയ്യൂ. ടിഷ്യൂ യൂസ് ചെയ്ത് മൂക്ക് ചീറ്റൂ. അതിന് നമുക്ക് ബ്ലോ യുവർ നോസ് വിത്ത് എ ടിഷ്യൂ. ബ്ലോ യുവർ നോസ് വിത്ത് എ ടിഷ്യൂ. ഇപ്പൊ ചീറ്റുക എന്നുള്ളതിന് ബ്ലോ യുവർ നോസ് നമുക്ക് പറയാം. വളരെ കോമൺ ആയിട്ടുള്ള അനന്തർ ഇൻസ്ട്രക്ഷൻ. ടൈ യുവർ ഹെയർ പ്രോപ്പർലി. നന്നായി കെട്ടിവെക്കൂ. മുടി നന്നായി കെട്ടിവെക്കൂ. Another thing, put on your shoes or put your shoes on. Shoes ഇടൂ, ചെപ്പൽ ഇടൂ. അതിന് പറയുന്നതാണ് put on your shoes or put your shoes on. put on എന്നുള്ള ആ ഒരു വെർബാണ് നമ്മളിവിടെ, ഫ്രേസൽ വെർബാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. put on your shoes. ഇതിനൊക്കെ ഈ ചില ഫ്രേസൽ വെർബിന് വേറെ പല മീനിങ്സും ഉണ്ടാവും. ഈ ഒരു മീനിങ്ങും കൂടി അതിനുണ്ട്. ടേക്ക് ഓഫ് യുവർ ജാക്കറ്റ്. ജാക്കറ്റ് ഊരി വെക്കൂ. ജാക്കറ്റ് മാറ്റൂ. ടേക്ക് ഓഫ് യുവർ ഷർട്ട് മാറ്റുകയാണെങ്കിൽ ടേക്ക് ഓഫ് യുവർ ഷർട്ട്. അതനുസരിച്ച് പറയുക. ടേക്ക് ഓഫ് യുവർ ജാക്കറ്റ്, ടേക്ക് ഓഫ് യുവർ ഷർട്ട്. ഷർട്ടിന്റെ ബട്ടൺസ് ഇടൂ. ബട്ടൺ യുവർ ഷർട്ട്. ജാക്കറ്റിന്റെ സിബ് ഇടൂ. സിബ് യുവർ ജാക്കറ്റ്. ഷൂസ് റിമൂവ് ചെയ്യൂ. ടേക്ക് യുവർ ഷൂസ് ഓഫ്. മുമ്പ് മറ്റത് പുട്ട് ഓൺ യുവർ ഷൂസ് ആയിരുന്നു, പുട്ട് യുവർ ഷൂസ് ഓൺ ആയിരുന്നു. ഷൂസ് മാറ്റാൻ പറഞ്ഞു, ഷൂസ് ഊരിയിടാൻ പറയാനായിട്ട് ടേക്ക് യുവർ ഷൂസ് ഓഫ്. ഇൻസേർട്ട് ചെയ്യൂ. നമ്മൾ ഷർട്ട് ഇൻ ചെയ്യുന്ന പറയില്ലേ, അതിന് ടക്ക് ഇൻ യുവർ ഷർട്ട്. അടുത്തത് ഷൂസിലുള്ള പൊടി അല്ലെങ്കിൽ ചെരുപ്പിലുള്ള പൊടി അത് നമ്മൾ മാറ്റിൽ തുടയ്ക്കാൻ പറയും അല്ലെ. കുട്ടി ഇൻ കേസ് അകത്തേക്ക് ചെരുപ്പ് എടുക്കുവാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ കാലുകള് മാറ്റില് എന്താണ് തുടയ്ക്കാൻ പറയും അല്ലെ. ഇപ്പൊ വൈപ്പ് യുവർ ഷൂസ് ഓൺ ദ മാറ്റ്, അല്ലെങ്കിൽ വൈപ്പ് യുവർ ലെഗ്സ് ഓൺ ദ മാറ്റ് ഓർ യുവർ ഫുട്ട് ഓൺ ദ മാറ്റ്. പെന്ന് അടച്ചു വെക്കൂ. ക്യാപ് ദ പെൻ. ബോട്ടിൽ അടച്ചു വെക്കൂ. പുട്ട് ദ ലിഡ് ബാക്ക് ഓൺ. ബോട്ടിലിന്റെ ക്യാപ്പ് ഒന്ന് മുറുക്കി വെക്കൂ. ടൈറ്റൻ ദ ബോട്ടിൽ ക്യാപ്പ്. ആ റിമോട്ട് ഒന്ന് എടുത്തു തരൂ. ഗെറ്റ് മീ ദ റിമോട്ട്. റിമോട്ട് എടുത്തു തരൂ. എടുത്തു തരുമോ അല്ല, റിക്വസ്റ്റ് അല്ല. ഗെറ്റ് മീ ദ റിമോട്ട്. റിമോട്ട് തരൂ, എടുത്തു തരൂ. അല്ലെങ്കിൽ ബുക്ക് കൊണ്ടുവരൂ. ബ്രിങ് മീ ദ ബുക്ക്. ഇടയിൽ കയറി സംസാരിക്കരുത്. ഞാൻ പറഞ്ഞു തീരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ടിൽ ഐ ഫിനിഷ് സ്പീക്കിംഗ്. കുട്ടികളിടയ്ക്ക് കയറി സംസാരിക്കുക. അപ്പൊ അവരോട് പറയാം നമുക്ക് വെയിറ്റ് ടിൽ ഐ ഫിനിഷ് സ്പീക്കിംഗ്, അല്ലെങ്കിൽ വെയിറ്റ് ടിൽ ഐ ഫിനിഷ്. അത് മതി. സ്പീക്കിംഗ് ഇല്ലേലും കുഴപ്പമില്ല. വെയിറ്റ് ടിൽ ഐ ഫിനിഷ്. പിന്നെ തിരിച്ചു പറയുക അല്ലെ. അതിന് നമ്മൾ തർക്കിക്കരുത്. ഡോണ്ട് ആർഗ്യൂ വിത്ത് മീ എന്ന് പറയാം. തർക്കിക്കരുത്. അതുപോലെ തന്നെ തർക്കുത്തരം പറയുമ്പോൾ നമുക്ക് പറയാം ഡോണ്ട് ടോക്ക് ബാക്ക്. ബാക്ക് ആൻസർ എന്നൊരു വേർഡ് ഉണ്ട്. ബാക്ക് ആൻസർ എന്ന് പറഞ്ഞാൽ തർക്കുത്തരം പറയുക എന്നുള്ളത് തന്നെയാണ്. അതിനേക്കാളും കൂടുതൽ വളരെ നമുക്ക് കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാവുന്നത് ഡോണ്ട് ടോക്ക് ബാക്ക് എന്നാണ്. ഡോണ്ട് ടോക്ക് ബാക്ക്. പിന്നെ പറയും അച്ഛനോടും അമ്മയോടും കയർത്ത് സംസാരിക്കരുത്, അല്ലെങ്കിൽ ഒച്ച വെച്ച് സംസാരിക്കരുത്. അപ്പൊ നമുക്ക് പറയാം ഡോണ്ട് ഷൗട്ട് അറ്റ് യുവർ പാരന്റ്സ്. നന്നായി സംസാരിക്കൂ. മൃദുവായി, മയത്തിൽ, വിനയത്തോടെ സംസാരിക്കൂ. സ്പീക്ക് നൈസ്ലി. യൂസ് ഗുഡ് വേർഡ്സ്. സാധനങ്ങളൊന്നും മറന്നു വയ്ക്കരുത്. ഡോണ്ട് മിസ്പ്ലേസ് തിങ്സ്. അല്ലെങ്കിൽ പറയാം കീപ് യുവർ തിങ്സ് സേഫ്. എല്ലാ സാധനങ്ങളും ഇപ്പൊ സ്കൂളിൽ പോണ കുട്ടിയോടാണെങ്കിൽ പെൻ, പെൻസിൽ, അതൊക്കെ കറക്റ്റായിട്ട് തിരിച്ചു കൊണ്ടുവരണം. അതൊന്നും മറന്നു വയ്ക്കരുത്. ഡോണ്ട് മിസ്പ്ലേസ്, അല്ലെങ്കിൽ കീപ് യുവർ തിങ്സ് സേഫ്. സാധനങ്ങൾ വലിച്ചെറിയരുത്. ഡോണ്ട് ത്രോ യുവർ തിങ്സ്. ഡോണ്ട് ത്രോ, സിംപ്ലി ഡോണ്ട് ത്രോ.
ഇപ്പം ക്ലീൻ അപ്പ് ദ മെസ്. ക്ലീൻ അപ്പ് ദ മെസ് എന്ന് വെച്ചാൽ അലങ്കോലമായി കിടക്കുന്നതിനെയാണ് മെസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് അലങ്കോലമായിട്ട് കിടന്നാലും നമുക്ക് പറയാം ക്ലീൻ അപ്പ് ദ മെസ്. അത് എന്തും ആയിക്കൊള്ളട്ടെ, ഫുഡ് കഴിച്ചിട്ട് കിടക്കുന്നതാവാം, അതല്ലെങ്കിൽ റൂം അവിടെ ഇവിടെയും വസ്ത്രങ്ങളും ബുക്സ് ടോയ്സ് എല്ലാം അലങ്കോലമായിട്ട് കിടക്കുമ്പോഴും നമുക്ക് പറയാം ക്ലീൻ അപ്പ് ദ മെസ് എന്ന്. അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കണ ഒരു ഉപദേശമാണ്, ആരെയെങ്കിലും വേദനിപ്പിക്കുമ്പം സേ സോറി. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? സേ സോറി വെൻ യു ഹേർട്ട് സംവൺ. ആരെയെങ്കിലും വേദനിപ്പിക്കുമ്പോൾ സേ സോറി. അപ്പൊ ഇത്രയാണ് 50 എളുപ്പമായിട്ടുള്ള സിമ്പിൾ സെന്റൻസസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സെറ്റ് ഓഫ് സെന്റൻസസ്. അപ്പൊ ഇത് ഹെൽപ്ഫുൾ ആകുന്നു കരുതുന്നു. Till the next video, bye, take care.